കിട്ടിയോ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു എന്ന് തന്നെ ഇതിനകത്ത് പറയാൻ പറ്റും. കാരണം നമ്മുടെ സഞ്ജു ടെക് റിലേറ്റഡ് ആയിട്ടുള്ള പല സംഭവങ്ങളും നമ്മൾ കാണുകയും മറ്റും ചെയ്തു അല്ലേ. അപ്പോൾ ഇപ്പോൾ ലൈഫ് ലോങ് ആയിട്ട് ഇത് കട്ട് ചെയ്യേണ്ട വരും എന്നാണ് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും, കാരണം ഇതിനകത്ത് യൂട്യൂബ് മാത്രമായിട്ട് ഇൻകം കൊണ്ട് നടക്കുന്നവരുണ്ട്, സൈഡിൽ കൂടെ യൂട്യൂബായിട്ട് കൊണ്ട് നടക്കുന്നവരുണ്ട്, വ്ളോഗേഴ്സ് ഉണ്ട്, കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്നവരുണ്ട്, മേക്കപ്പ് വീഡിയോസ് ചെയ്യുന്നവരുണ്ട്, എന്നെപ്പോലെ റിയാക്ഷൻ വീഡിയോസ്, അതായത് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇരുന്ന് കുരയ്ക്കുന്നവർ, റിയാക്ട് ചെയ്യുന്നവർ ഉണ്ട്. അപ്പോൾ ഈ നമ്മൾക്ക് റിയാക്ഷൻ നമ്മൾ പ്രതികരിക്കേണ്ട കാര്യങ്ങൾ പ്രതികരിക്കും, നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യും, അതായിരിക്കും നമ്മുടെ ഇൻകം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇൻകം ഉണ്ട്. അപ്പോൾ ഫൺ ഈസ് ഫൺ, പക്ഷെ ദർ ഇസ് എ ലിമിറ്റ്. എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഫ്രീഡം ഉണ്ട് എന്ന് വെച്ചിട്ട് എന്ത് തേങ്ങയും കാണിക്കരുത്. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു പർട്ടിക്കുലർ നിങ്ങളുടെ ഒരു സ്പേസിൽ ഇട്ടിട്ടൊക്കെയാണ് എന്നൊക്കെയാണെങ്കിൽ വിഷയമില്ല. പക്ഷെ പബ്ലിക്കലി നമ്മൾ കാണിക്കുമ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനും ചിന്തിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിലിപ്പോൾ സഞ്ജുവിൻ്റെ വൈഫും ഫാമിലി റിയാക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം ഇത് ലൈഫിൽ കുറച്ച് റിസ്ക് എടുക്കണം, അതായത് ഈ ലോ തെറ്റിച്ചതിൽ ഒരു കുഴപ്പമില്ല, ഒരു വിഷയമില്ല, ഇതൊക്കെ ഇതൊക്കെ ഒരു തെറ്റാണോ, ലൈഫിൽ കുറച്ച് റിസ്ക് എടുക്കേണ്ടതൊക്കെ വേണ്ടേ, നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ എന്നുള്ളത്. അപ്പം ലൈഫിൽ റിസ്ക് എടുക്കണം, പക്ഷേ റിസ്കിൻ്റെ ഇമാതിരി റിസ്ക് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സഞ്ജു പറയുന്നുണ്ട് സഞ്ജുവിൻ്റെ ആകെയുള്ള ഏർണിങ് യൂട്യൂബാണെന്നുള്ളത്. അപ്പോൾ റിസ്ക് നോക്കിയും കണ്ടും എടുത്തില്ലെങ്കിൽ ഈ ചാനൽ അവരങ്ങോട്ട് കൊണ്ടുപോകും. പിന്നെന്താവും 3G ആവും അല്ലേ, മേലോട്ട് നോക്കി ഇരിക്കേണ്ടി വരും. അപ്പോൾ റിസ്ക് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ റിസ്ക് എടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നതിന് തന്നെ അതിൻ്റെ ഒരു വൈബ് ഉണ്ട്, ഒരു എത്തിക്കുണ്ട്. അല്ലാതെ പബ്ലിക്കലി വന്നിട്ട് ഞാനൊരു വ്ളോഗറാണ്, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളൊക്കെ ഇത് ത്രൂ കിട്ടിയ എന്ത് കിട്ടി, ഇപ്പോൾ പ്രശ്നങ്ങളല്ലാതെ എന്ത് കിട്ടിയോ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ചാനലും കൂടി അവരെടുത്തോണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഒരു സമാധാനം പറയുന്നുണ്ടാവുക. ഇപ്പം ഗണേശ് സാർ പറയുന്നുണ്ടായിരുന്നു, ലൈക്ക് ഇവർക്ക് പേടിയില്ല, ഇവർക്ക് വല്ല ബാത്റൂം കഴിക്കലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഹെവി പണിഷ്മെൻറ്റ് കൊടുക്കണം, അല്ലാതെ ഇവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കലി എങ്ങനെ ബിഹേവ് ചെയ്യണം, പബ്ലിക്കലി എങ്ങനെ ഒരു സാധനം ചെയ്യണം എന്നുള്ളത് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ട് വളപ്പിൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എൻ്റെ വീട്ടിൽ ഇതിൽ വന്നിട്ട് സൈഡിലിട്ടിട്ട് ഇപ്പം ഞാൻ ഒരു സംഭവം ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു അടുപ്പ് എത്തിച്ചിട്ട് ഒരു കലം വെച്ചൊരു സാധനം ചെയ്തുകൊണ്ടിരിക്കുക. ഈ സംഭവം എനിക്ക് റീച്ചിനും വ്യൂസിനും വേണ്ടിയിട്ട് NH അല്ലെങ്കിൽ ഈ നടു റോട്ടിൽ അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നലിൻ്റെ അവിടെ നടുക്ക് കൊണ്ടുപോയി 2-4 ഇഷ്ടിക വെച്ചിട്ട് കുറച്ച് ചൂട്ടും വെച്ച് കത്തിച്ച് അരിക്കുള്ള വെള്ളവും വെച്ച് അരി വേക്കട്ടെ, അരി തിളച്ച് പൊന്തട്ടെ ഗൈസ്, എത്ര മിനിറ്റിനുള്ളിൽ അരി തിളച്ച് പൊന്തും ഗൈസ്, നിങ്ങളുടെ വീട്ടിൽ എത്ര മിനിറ്റിലാണ് അരി തിളച്ച് പൊന്താറുള്ള ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ നടുറോട്ടിൽ പോയിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നതിന് തെറ്റുണ്ടോ? അപ്പോൾ വിവരവും ബോധവും വേണ്ടേ? തെറ്റ് ചെയ്തിട്ട് പിന്നെയും എൻ്റെ മേലെ കയറി എന്നെ ന്യായീകരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ തന്നെ സീക്രട്ട് ഏജൻറ്റ് ഇട്ടൊരു സംഭവം, അത് ഗണേശ് സാറിനെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുള്ളൊരു വീഡിയോ. ലൈക്ക് ഈ എലക്ഷൻ ടൈമിൽ കാറിൻ്റെ മേലെ പടക്കം വെച്ച് പൊട്ടിച്ചൊരവസ്ഥ ഉണ്ടായിരുന്നു. അത് ഹെവി ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ അപ്ഡേറ്റ് എനിക്ക് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് കേസ് എടുത്തു, എന്താണ് എൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങൾ. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ അതിലും ഈ എലക്ഷൻ ടൈമിലാണെങ്കിൽ ഈ കാണിച്ചു കൂട്ടി പോകുന്നത് ഇപ്പോൾ ചില സിറ്റുവേഷനൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ അസോസിയേഷൻ ആ സൈഡിലൊക്കെ ക്യാൻസർ പേഷ്യൻസും അല്ലെങ്കിൽ വയ്യാതെ കിടക്കുന്നവർക്ക് ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ സൗണ്ടും കൊട്ടൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇലക്ഷൻ ടൈമിലൊക്കെ അങ്ങനെ കൊട്ടി എടുത്ത് പോകുന്ന ടീംസൊക്കെ ഉണ്ട്. അപ്പോൾ ചില സിറ്റുവേഷനിൽ ആഘോഷങ്ങൾക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല, അല്ലെങ്കിൽ സന്തോഷങ്ങൾക്ക് റൂൾസ് അങ്ങനെയൊന്നുമില്ല. എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ വ്ളോഗർ ആയിക്കോട്ടെ, റിയാക്ഷൻ ചെയ്യുന്നവരായിക്കോട്ടെ, എന്ത് തേങ്ങ വേണേ ആയിക്കോട്ടെ, പബ്ലിക്കലി അതിൻ്റെ എത്തിക്സ് കീപ്പ് ചെയ്ത് തന്നെ പോവുക തന്നെ വേണം. ഇപ്പം സഞ്ജു ഈ പറഞ്ഞ മാതിരി ഒരു കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് ആയിട്ടോ, അല്ലെങ്കിൽ വെറുതെ ഒരു വള്ളി വാങ്ങിച്ച് വച്ചൊരു ഇത് എപ്പോൾ തോന്നി, ഈ ബുദ്ധി എങ്ങനെ തോന്നി, ഏത് സമയത്ത് ഏത് ഗുളികം പിടിച്ച സമയത്ത് തൻ്റെ തലയിൽ തോന്നിയത് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ഇതിപ്പോൾ എന്നേക്കായിട്ട് കട്ട് ചെയ്ത് ഇനിയിപ്പോൾ ചാനലിലൂടെ അവരെ ഏമ്മമാരെയൊക്കെ കളിയാക്കി മറ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് പൊടി പോലും ഇല്ല കണ്ടുപിടിക്കുക എന്നുള്ള പറഞ്ഞ മാതിരി ഇനി ചെയ്തിടാനായിട്ടൊരു ചാനൽ ഉണ്ടാവില്ല. ആദ്യ കുതിര ഉണ്ടാക്കി വരേണ്ട വരും. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ താങ്കൾക്ക് അറിയാലോ. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു ഇതാണ്, നമ്മുടെ ജോലിക്ക് നമ്മുടേതായ ഒരു എത്തിക്സും കാര്യങ്ങളും ഉണ്ട്. കാരണം പരിസരബോധം അല്ലെങ്കിൽ എന്താ പറയുക, ലൈക്ക്
ബോധം എന്ന് തന്നെ അതിന് പറയാം. ഓരോ കാര്യങ്ങൾ ചെയ്യണത് ഒരു ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാതെ ഞാനിതാണ് എനിക്ക് എന്തും ചെയ്യാന്നുള്ളൊരു സംഭവം പാടില്ല. അപ്പോൾ സഞ്ജു ടെക്കിൻ്റെ അവസ്ഥ ഇതാണ്. ഇനി ഒരു സഞ്ജു ടെക്ക് റിപ്പീറ്റ് ആവാതെ ഇരിക്കട്ടെ. അതേപോലെ മറ്റേ ഈ കാറിൻ്റെ മേലെ പടക്കം വെച്ച് പൊട്ടിച്ച ഒരു സംഭവം, അതെന്തായി എൻ്റെ അപ്ഡേഷൻ, അതൊക്കെ എന്താ അന്തമില്ലാത്ത പരിപാടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരാൾ ജയിച്ചതിന് കാറിൻ്റെ മേലെ പടക്കം വെച്ച് പൊട്ടിക്കുക, അതൊരു സെക്ഷൻ. എന്നിട്ട് അത് ഇലക്ഷൻ ടൈമിൽ സംഭവിച്ചൊരു സംഭവമാണ്. എന്നിട്ട് അവർ തന്നെ ഇപ്പം ഞാൻ സഞ്ജുവിൻ്റെ ഭാഗം ന്യായീകരിക്കുന്നല്ല. സഞ്ജു ചെയ്തതും തെറ്റാണ്, ഈ ഇലക്ഷൻ ടൈമിൽ ചെയ്തതും തെറ്റാണ്. രണ്ടും വലിയ തെറ്റ് തന്നെയാണ്. കാരണം പബ്ലിക്കിൽ മാതിരി പരിപാടി കാര്യങ്ങളൊന്നും നടക്കുന്നതല്ല. അതേപോലെ എനിക്ക് ഏറ്റവും അതിപ്പോൾ പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഈ സഞ്ജുവായിട്ട് കണക്ഷനുള്ള ഒരു കാര്യമല്ല, എന്നാലും ഞാൻ പറയുകയാണ്. എനിക്ക് ചില സമയത്തൊക്കെ ഏറ്റവും സങ്കടവും കഷ്ടവും തോന്നുന്ന ഒരു കാര്യമാണ് ട്രാഫിക് സിഗ്നലിൽ പെടുന്ന ആംബുലൻസ്. ട്രാഫിക് സിഗ്നൽ ഇപ്പോൾ കടവന്ത്ര ട്രാഫിക് സിഗ്നലിലൊക്കെ ആംബുലൻസ് കിടക്കണം. ഒന്ന് തിരക്ക്, രണ്ട് അവർക്ക് എടുത്തു പോകാനായിട്ട് വഴിയില്ല, സിഗ്നൽ റിലീസ് ചെയ്യാനും പറ്റില്ല. ഇതൊക്കെ പോരായിട്ട് ഇപ്പം നമ്മളൊക്കെ വഴി ഉണ്ടാക്കി കൊടുത്തെന്ന് വെച്ചോ, ആംബുലൻസ് പോകുമ്പോൾ അതിൻ്റെ മൂട്ടി പിടിച്ച് എലിക്കുഞ്ഞുങ്ങൾ പോകണ മാതിരി ബൈക്കുകാർ കയറി പോവുക. ഇതൊക്കെ പബ്ലിക്കിൽ പ്രശ്നം ഉണ്ടാകുന്ന കാര്യങ്ങൾ, പബ്ലിക്കിൽ ശരിയല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ പബ്ലിക്കിൽ ഇപ്പം അതോറിറ്റീസിൽ നിൽക്കുന്ന ആൾക്കാർ തെറ്റുകൾ കണ്ടുപിടിക്കുമ്പോൾ റൂൾസ് സ്റ്റേബിളാക്കാൻ നോക്കുക. അതേപോലെ തന്നെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുക. അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനും വ്ളോഗേഴ്സിനും എല്ലാവർക്കും ആവശ്യത്തിൽ കൂടുതൽ ചീത്തപ്പേരും പ്രശ്നങ്ങളുണ്ട്. കാരണം ഓരോരുത്തരിങ്ങനെ ഓരോന്ന് ചെയ്ത് വെക്കുമ്പോൾ ഇതെല്ലാവർക്കും എഫക്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരുടെ ജോലിയോടും നീതി കാണിക്കുക. ലൈക്ക് ഇനിയിപ്പം അത്യാവശ്യം നീന്തി തുടിക്കേണ്ട സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആ ഒരു കുന്തളിപ്പം അങ്ങോട്ട് മാറിയിട്ടുണ്ടാവും സഞ്ജുവിന്. ഇപ്പോൾ ലൈസൻസും കൂടി പറഞ്ഞ മാതിരി എന്നേക്കായിട്ട് കട്ട് ചെയ്ത് കണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതും കഴിഞ്ഞ് ചോദിക്കുക ലൈഫായാൽ കുറച്ച് റിസ്ക് എടുക്കണമെന്ന്. ഇപ്പം എങ്ങനെയുണ്ട് റിസ്ക്? ഇതും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസ്ക് എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയാൽ, ചാനലും കൂടി കൊണ്ടുപോയിക്കാകുമ്പോൾ റിസ്ക് എന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ, അപ്പോഴാണ് മോനെ റിസ്ക് ആവുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. സഞ്ജുവിനോട് എനിക്കൊന്നും പറയാനില്ല. യു ജസ്റ്റ് ഫേസ് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്.